നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടെ കുടുങ്ങിയ ബഹ്റൈൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ബഹ്റൈൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1500ഓളം ബഹ്റൈൻ പൗരന്മാർ ഇറാഖിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാഖിൽ കുടുങ്ങിപ്പോയ നൂറുകണക്കിന് ബഹ്റൈൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഗൾഫ് എയർ പ്രത്യേക സർവീസുകൾ തന്നെ നടത്തുകയും ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള എല്ലാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബഹ്റൈൻ ദേശീയ വിമാന കമ്പനി അറിയിച്ചു കഴിഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളും ഇറാഖിലെ ബഹ്റൈൻ എംബസിയും ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് ഗൾഫ് എയറിനെ ഉദ്ധരിച്ച് ഗൾഫ് ഡെയിലി ന്യൂസ് എന്ന വെബ്സൈറ്റ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1500ഓളം ബഹ്റൈൻ പൗരന്മാർ ഇറാഖിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വ്യക്തമായി തന്നെ ഇവർ പറയുന്നു. പശ്ചിമ ഏഷ്യയിലെ പുതിയ സംഘർഷ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച ഗൾഫ് എയർ ഇറാഖ് തലസ്ഥാന ബാഗ്ദാദിലേക്കും തെക്കൻ നഗരമായ നജാഫിലേക്കുമുള്ള സർവീസുകൾ ശനിയാഴ്ച മുതൽ റദ്ദ് ചെയ്തിരുന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ കരുതിയിരിക്കണമെന്ന് സൗദി അറേബ്യയിലെ US നിവാസികൾക്കും സന്ദർശകർക്കും സൗദിയിലെ അമേരിക്കൻ എംബസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. സൈനിക താവളങ്ങൾ, എണ്ണ വാതക സംവിധാനങ്ങൾ, മറ്റു പ്രധാന ഇടങ്ങൾ, പടിഞ്ഞാറൻ പ്രാവിശ്യകൾ, യമനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ആക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ പൗരന്മാർ ഏറെ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നാണ് അമേരിക്കൻ എംബസിയുടെ മുന്നറിയിപ്പ്. ആക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ സംവിധാനങ്ങൾ സൗദിയിൽ ഉണ്ട് എങ്കിലും മിസൈൽ, ഡ്രോൺ ആക്രമണത്തിന് മുന്നോടിയായി ഇത്തരം മുന്നറിയിപ്പുകൾ പ്രതീക്ഷിക്കരുതെന്നും എംബസി വ്യക്തമാക്കിയിരിക്കുന്നു. UAEയുടെ വിമാന കമ്പനിയായ എമിറേറ്റ്സും ഫ്ലൈ ദുബായും ബാഗ്ദാദിലേക്കുള്ള സർവീസുകളെല്ലാം തന്നെ മുമ്പ് റദ്ദാക്കിയിരുന്നു. ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ബുധനാഴ്ച രാവിലെ വിമാന കമ്പനികൾ സർവീസ് നിർത്തിയതായി അറിയിച്ചത്. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്ന് അമേരിക്കയും തങ്ങളുടെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ദുബായിൽ നിന്ന് ബാഗ്ദാദിലേക്കുള്ള EK943, ബാഗ്ദാദിൽ നിന്ന് ദുബായിലേക്കുള്ള EK944 എന്നീ സർവീസുകൾ റദ്ദാക്കിയാണ് എമിറേറ്റ്സ് വക്താവ് അറിയിച്ചത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും ബന്ധപ്പെട്ട അധികൃതരുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.